ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിയാൻ ബ്ലോഗ്സ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 3x3 അങ്ങനെ സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് വെള്ളം എടുക്കുക. ഇന്ത്യയിൽ ഇതൊക്കെ മാറിയിട്ടുള്ളതാണ്, ഞാൻ ഓരോരുത്തർ ഇതാക്കിയതാണ്. വെള്ളൻ്റെ അടിയിൽ ഇതിൻ്റെ ബ്ലൂ ആണ്, നിങ്ങളെ മഞ്ഞവും. ഇപ്പോൾ വെള്ളൻ്റെ ഈ 4 വശത്ത് നിങ്ങൾ ഫസ്റ്റ് നീലൻ്റെ ഇവിടേക്ക് കൊണ്ടുപോവുക. ഇവിടെ ഉള്ള വെള്ളം ഇവിടേക്ക് ആവണം. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താൽ റെഡി. ഇനി ഇവിടെയും ഉണ്ട് വെള്ളം, മേലേക്ക് ഉണ്ടാക്കി കൊടുത്താൽ. പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെയാണ് ഇതാക്കേണ്ടത്, നീല. അപ്പോൾ ഇങ്ങോട്ടാക്കുക, എന്നിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് വരും. അപ്പോൾ 3 വന്നു. ഇതാ ഈ ഒന്നുകൂടി ഇത് ഇവിടെ ഒന്നുകൂടിയാണ്, ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഇവിടെ വെള്ളം, അപ്പോൾ നമ്മൾ ഇല്ലാത്ത സ്ഥലം ഇങ്ങോട്ട് കൊണ്ടുവരിക. എല്ലാം മേലേക്കാക്കി കൊടുത്താൽ ഇത് ഇതായി, ശരിയായി. നമ്മൾ ഈ ഇതുകൊണ്ട് ഈ കളറുകളുടെ നടുവത്തെ മാച്ച് ആവുന്നതൊക്കെ ഇതാക്കാം. ഇത് ഓറഞ്ച് അവിടെ, ഓറഞ്ചിൻ്റെ നടുവ് കൊണ്ടുവരിക. എന്നിട്ട് 2 വട്ടം തിരിക്കുക. അപ്പോൾ വെള്ളൻ്റെ ഇതൊക്കെ ആവും. അങ്ങനെ എല്ലാതും ആക്കുക. റെഡാക്കി മഞ്ഞ ലീക്കാക്കുക. പിന്നെ ഇതിപ്പോൾ ശരിയായി. ഇനി നമുക്ക് ഈ കോർണേഴ്സാണ് ശരിയാക്കേണ്ടത്. അതിനിതാ ഈ കോർണറിൻ്റെ കളറെല്ലാം നോക്കാം. ഇവിടെ പച്ച, ഇവിടെ മഞ്ഞ, ഇവിടെ വെള്ളം. ഈ പച്ചനെ മാച്ചാക്കാൻ പറ്റുന്ന വെള്ളമുള്ളത് മാച്ചാക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാക്കുക, അടിയിലാക്കി കഴിഞ്ഞാൽ മാച്ചായി. അങ്ങനെ എല്ലാ സൈഡും ആക്കാം. ഇത് ചുവപ്പിനുള്ളത് ആക്കിയിട്ട് ഇങ്ങനെ ആക്കുക, മേലേക്കാക്കുക, പിന്നെ ഇങ്ങോട്ടാക്കുക, അടിയിലാക്കുക. അപ്പോൾ ഇത് ശരിയായി. ഇനി ഈ സൈഡിലത്തെ വരികയാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ ചെയ്യാം. ഉണ്ടാക്കുക, ഓപ്പോസിറ്റ് സൈഡ് ഇതാക്കുക, അടിയിലാക്കുക. പക്ഷേ ഇനി ഇതാ ഇവിടെ ഒന്നുണ്ട്, വെള്ളമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മേലേക്കാക്കി കൊടുക്കുക. ഇതാ ഇനി ഇവിടെയാണ് വെള്ളം, അത് നമ്മൾ ഇങ്ങോട്ടാക്കി കൊടുക്കുക. ഇതാ ഇവിടെ ഇപ്പോൾ വെള്ളമുള്ളത് മഞ്ഞൻ്റെ ഇതാക്കുക, ഇതാക്കിക്കണം. ഇത് ശരി. നമുക്ക് ഈ സൈഡുകളാണ് ശരിയാക്കേണ്ടത്. ഫസ്റ്റ് ഈ ചുവപ്പും പച്ചയുള്ള നോക്കാം. അപ്പോൾ ഇവിടെ ഉണ്ട് ചുവപ്പും പച്ചയുള്ളത്. നമ്മൾ മേലേക്കാക്കുക, ഇങ്ങോട്ടാക്കുക. പിന്നെ അത് സാധാ നമ്മൾ ഇതായി ചെയ്യാം. പിന്നെ ഈ പച്ച ഇതിൻ്റെ ഇങ്ങനെയാണോ, നീലൻ്റെ ഇവിടെ ആണോ, വെള്ളൻ്റെ ഇതാ, അങ്ങനെയൊക്കെ. ഈ സൈഡിലേക്കാണെങ്കിൽ ഈ സൈഡിലേക്കാക്കുക. എന്നിട്ട് മേലേക്ക് അതാ ഇങ്ങോട്ടാക്കി കൊടുത്തേനെ ഇത് മാച്ചായി. അങ്ങനെ എല്ലാതും ചെയ്യാം. ഓറഞ്ചിന് മാച്ചാക്കുക, ഈ സൈഡിലേക്കാക്കുക. ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയാണ് ആക്കേണ്ടെങ്കിൽ ഉണ്ടാക്കുക. അപ്പോൾ ഇത് മാച്ചായി. ഇനി ഇവിടുത്തെ ശരിയാക്കണം. അത് ഇവിടെയാണ്, അപ്പോൾ അത് മേലേക്കാക്കുക. അപ്പോൾ ഇത് പുറത്തേക്ക് വന്നു. അപ്പോൾ അത് മാച്ചാക്കുക, ഉണ്ടാക്കുക. അപ്പോൾ ഇത് മാച്ചായി. ഇനി ഇതിനെ മാച്ചാക്കുക, ഉണ്ടാക്കുക. ഇതാക്കാം, ഇത് ശരി. പിന്നെ ചിലവരുടെ ഇങ്ങനെ വരണമില്ല, ചിലവരുടെ അങ്ങനെ വരിക.
ചിലവരുടെ ഇങ്ങനെയും വരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ടാക്കാം. ഏത് സൈഡ് വേണമെങ്കിൽ എടുക്കാം. പിന്നെ അങ്ങോട്ടാക്കുക ആക്കിക്കഴിഞ്ഞാൽ ഇത് റെഡിയാവും. ഇവിടെ അങ്ങനെയും വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങനെ വരുന്നത് 9 മണിയാക്കാം. എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ആക്കാം. പിന്നെ ആ ഇക്വേഷൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആവും. ഇങ്ങനെ ആവുകയാണ്. ഇനി നമ്മൾ ഈ കളറുകൾ മാച്ചാക്കാം. ഇതിപ്പോൾ ഇവിടെ വയ്ക്കാനാ ഇവിടെ അങ്ങനെ മാച്ചാവും നോക്കാം. ഇത് ഇവിടെ മാച്ചായിക്കണം. അപ്പോൾ ഇങ്ങനെ പിടിക്കുക. ഇത് ഇങ്ങോട്ടാക്കുക. ഇങ്ങോട്ടാക്കുക. അപ്പോൾ ഇങ്ങനെ മാച്ചാവും. ഇങ്ങനെ മാച്ചായത് അങ്ങോട്ടാക്കുക. പിന്നെ ഒന്നും ഇങ്ങോട്ടും വരണം. പിന്നെ ആ ഇക്വേഷനെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം മാച്ചായി. നമുക്ക് ഈ കോർണറുകളാണ് ശരിയാക്കേണ്ടത്. ഇത് നമ്മുടെ മൈൻഡ് കൊണ്ട് ഇതിങ്ങനെ തിരിച്ചു നോക്കാം. ഇത് ശരിയാവുണ്ടോ, ഇത് ശരിയാണ്, ഇതൊന്നും ശരിയാണില്ല. ഇപ്പം നമ്മൾ ഒരു വട്ടം ഇങ്ങനെ ആക്കുക. അങ്ങനെ ഇത് ഇതാക്കുക. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഇതൊക്കെ മാച്ചായിക്കണം. ചിലവരുടെ ഇങ്ങനെ മാച്ചായിട്ടുണ്ടാവില്ല, ഒന്നും മാച്ചായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്നും മാച്ചായില്ലെങ്കിൽ വെറുതെ ഇങ്ങോട്ടാക്കാം. ഇത് മേലെ ഇത് അടിയിക്കാക്കുക. ഇത് ഈ സൈഡിക്കാക്കുക. പിന്നെ ഇത് അടിയിക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ വല്ലതും മാച്ചായിട്ടുണ്ടാവും. ഇവിടെ ഇത് മാച്ചായിക്കണം. അപ്പോൾ മാച്ചായത് ഒന്നുകൂടി ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇവിടെ മാച്ചായിക്കണം നോക്കുക. ഇവിടെ മാച്ചായിട്ടില്ല. പിന്നെയും ഇതിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതോടൊക്കെ ഇവിടെ മാച്ചായെങ്കിൽ ഇതൊക്കെ ഈ രണ്ടെണ്ണം മാച്ചായെങ്കിൽ ഇത് ഒക്കെ മാച്ചായി അർത്ഥം. പിന്നെ നമ്മൾ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചിട്ട് മേലേക്കാക്കുക, ഇങ്ങോട്ടാക്കുക, ഇത് അടിയിക്കാക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ ശരിയാവണം. ഇവിടെ ഈ സൈഡ് ഇങ്ങനെ ശരിയാവണം. പിന്നെ ഈ സൈഡിലേക്കാക്കുക. പിന്നെയും ആ ഇക്വേഷൻ തന്നെ ചെയ്യാം. ഇവിടെ ശരിയായില്ലെങ്കിൽ പിന്നെ അത് തന്നെ ചെയ്യാം. അപ്പോൾ അത് മാച്ചായി. ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കുക. പിന്നെ അത് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് മാച്ചായി. ഇത് പിന്നെയും മാച്ചായില്ല. അപ്പോൾ പിന്നെയും ചെയ്യാം. അപ്പോൾ ഇത് ശരിയായിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.